ഇന്ന് നമുക്ക് ഒരു ലെമൺ എങ്ങനെ വാട്ടർ കളറിൽ ഈസി ആയിട്ട് പെയിന്റ് ചെയ്യാമെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലെമൺ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. ഒരു പെർഫെക്റ്റ് സ്കെച്ച് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ കിട്ടിയാൽ മതി. അപ്പോൾ ലെമണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് ഒന്ന് പേപ്പറിൽ വരച്ചെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലോട്ടും ഇതുപോലെ ചെറിയ ബൾജിങ് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ലെമണിൻ്റെ ഒരു ഷേപ്പ് ഒരുവിധം ആയിട്ടുണ്ട്. ഇത്ര മതിയാവും നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പേപ്പർ ഒന്ന് വെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പേപ്പർ ഫുള്ളായിട്ട് വെറ്റ് ചെയ്യണ്ട, നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മാത്രം ഇതുപോലെ വാട്ടർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വാട്ടർ വേണമെന്നില്ല. നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ, ബ്രഷ് ഡിപ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം വാട്ടർ കിട്ടുന്നോ ആ വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ അതിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് നന്നായിട്ട് ഷാർപ്പൻ ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് ലെമൺ യെല്ലോ കളറാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പിഗ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള യെല്ലോ കളർ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ലൈറ്റ് കളർ എടുത്തിട്ട് ഫസ്റ്റ് വാഷ് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും പോർഷനിലാണ് ഞാൻ പെയിൻറ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ ലെമണിൻ്റെ ടോപ്പ് ലെഫ്റ്റ് പോർഷനിൽ ഞാൻ പിഗ്മെൻറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അത് നമുക്ക് ലെമണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഭാഗം ഇത്തിരി ബ്രൈറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. എന്നിട്ട് ഇത്രയും പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഡ്രൈ ആവാനിടാം. കംപ്ലീറ്റ് ഡ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പിഗ്മെൻറ്റ്സ് കൂടുതൽ വേണം നമുക്ക്. അതായത് ഇത്ര കൂടെ യെല്ലോ കളർ എടുത്തിട്ട് നമ്മൾ ലെമണിൻ്റെ എല്ലാ പോർഷനിലും ഒന്നുകൂടെ ഒന്ന് ഡാർക്കായിട്ട് പെയിൻറ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ സെക്കൻഡ് വാഷിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പിഗ്മെൻറ്റ് എടുക്കുക. പിഗ്മെൻറ്റ് ശരിക്കും എടുക്കണം കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ലെമണിൻ്റെ ആ ഒരു കളറ് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ചുറ്റുമുള്ള പോർഷനിലെല്ലാം നന്നായിട്ട് തന്നെ പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് ഒന്ന് വെറ്റ് ചെയ്യാം. ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂലൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ആ ഹൈലൈറ്റിൻ്റെ പോർഷനിലേക്ക് ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഗ്രേഡിയൻറ്റ് വന്നോളും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്കിനി വേണ്ടത്. അതായത് നമുക്കിനി ഡീറ്റെയിലിങ് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ബേസ് ആയിട്ടുള്ള എല്ലാ പെയിൻറ്റിങ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഡീറ്റെയിലിങ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളത് റെഡ് ബ്രൗൺ കളറാണ്. അതിൽ ഞാൻ കുറച്ച് വൈറ്റ് കൂടെ വൈറ്റ് അല്ല, യെല്ലോ ആണ്. യെല്ലോ മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് കിട്ടും. ഈ കളറാണ് നമുക്കിനി വേണ്ടത്. അപ്പം ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെമണിൻ്റെ ഈ എഡ്ജസിൽ മാത്രം ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യും. ഇപ്പം നമ്മൾ ഈ സെക്കൻഡ് ലെയർ നമ്മൾ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. അത് വെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വെറ്റായിട്ടുള്ള പേപ്പറിലേക്ക് നമ്മൾ ഈ ബ്രൗൺ കളർ അപ്ലൈ ചെയ്യുമ്പോൾ അത് തനിയെ പേപ്പറിൽ സ്പ്രെഡായിട്ട് നല്ലൊരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പോർഷനിലും പിന്നെ താഴെയും റൈറ്റ് സൈഡിലും ആയിട്ടാണ് ഞാൻ കുറച്ച് ബ്രൗൺ ഇങ്ങനെ ജസ്റ്റ് നന്നായിട്ട് പെയിൻറ് ചെയ്യുന്നില്ല, ജസ്റ്റ് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ബാക്ക് പോർഷനും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് സെയിം പിഗ്മെൻറ്റ് തന്നെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ഡോട്ട്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോർഷനിൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇതുപോലെ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യരുത്, മിക്കപ്പോഴും വാട്ടർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ബ്രഷ് ഒന്ന് തുടച്ചിട്ട് വേണം പേപ്പറിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ ബ്ലെൻഡിങ് പ്രോസസ്സും കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. അതുപോലെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഓൾറെഡി ആ ബ്രൗൺ പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്ന എല്ലാ പോർഷൻസിലും ഇതുപോലെ പതിയെ
നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ വാട്ടർ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ലെമണിൻ്റെ ആ ഒരു എഡ്ജസ് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. നല്ല ക്രിസ്പായിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഇവിടെ ഫോം ആവുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബ്ലെൻഡ് ചെയ്യുന്ന പ്രോസസ്സ് ശ്രദ്ധിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനിവിടെ കുറച്ച് യെല്ലോ കളറും കൂടെ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് അവിടെ കുറച്ച് ഒരു പിഗ്മെന്റ് കുറവുള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് കുറച്ച് യെല്ലോ കളറും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ബ്രൗൺ പിഗ്മെന്റ് എടുത്തിട്ട് ലെഫ്റ്റ് പോർഷനിൽ കുറച്ച് ഷെയ്ഡ് കൊടുക്കണം. അപ്പം ഞാൻ ഇത്ര കൂടെ യെല്ലോ പിഗ്മെന്റ് കൂടെ യൂസ് ചെയ്ത് അതൊന്ന് ലൈറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഈ താഴത്തെ പോർഷനിലും കൂടെ കുറച്ച് ചെറുതായിട്ടൊന്ന് പിഗ്മെന്റ്സ് യെല്ലോ പിഗ്മെന്റ് ഒന്നുകൂടെ ഒന്ന് എന്താ പറയാ ഒന്നുകൂടെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് ആണ് ചെയ്യാനുള്ളത്. അതായത് ലെമണിന്റെ ആ രണ്ട് സൈഡ് ഉണ്ടല്ലോ, സ്റ്റെമ്മിന്റെ രണ്ട് പോർഷൻസ് ഉണ്ടല്ലോ, ആ പോർഷനാണ് നമുക്കിനി ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാനുള്ളത്. അപ്പം ഞാൻ സെയിം പിഗ്മെന്റ് തന്നെ നമ്മൾ മിക്സ് ചെയ്ത ബ്രൗൺ യെല്ലോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പിഗ്മെന്റ് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കുറച്ച് ഡോട്ട്സും ചെറിയ ലൈൻസും കൊടുക്കുകയാണ്. അത് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാട്ടർ ഡിപ്പ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. അത്രയും പ്രോസസ്സ് ഉള്ളൂ. ഇവിടെ ഞാൻ നമ്മുടെ ബ്രഷ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിലിംഗ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ അതായത് ഇപ്പൊ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ബ്രഷിന്റെ സൈസ് വന്നിട്ട് 1 ആണ്. ഇത് കുറച്ചും കൂടി എന്താ പറയാ തിൻ ലൈൻസ് വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ബ്രഷ് മാറ്റിയിട്ട് ചെറിയ ബ്രഷ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ നമ്മൾ പിഗ്മെന്റ് എടുത്തിട്ട് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലെമണിന്റെ ബോഡി പോർഷനിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇത്തിരി ഗ്രേ കളർ കൂടെ ആ ബ്രൗൺ പിഗ്മെന്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡോട്ട്സ് ഇടുമ്പോൾ നിങ്ങൾ പല വലുപ്പത്തിലുള്ള ഡോട്ട്സ് ഇടാൻ നോക്കുക. അതുപോലെ പല ഇൻറ്റൻസിറ്റിയിലുള്ള ഡോട്ട്സ് ഇടാൻ നോക്കുക. അത് കുറച്ചും കൂടി എന്താ പറയുക ഒരു ഒറിജിനാലിറ്റി ക്രിയേറ്റ് ചെയ്യും. മോൾ ഭാഗത്തേക്ക് ഡോട്ട്സ് ഇടണ്ട, ഈ ഒരു അടിഭാഗത്ത് മാത്രം ചെറിയ ചെറിയ ഡോട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് റൈറ്റ് സൈഡും താഴത്തെ സൈഡും ഒന്നുകൂടി ഒന്ന് നമുക്ക് ഡാർക്ക് ആക്കണം. അപ്പം ഞാനിവിടെ ബ്രൗൺ പിഗ്മെന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ബ്രൗൺ പിഗ്മെന്റ് യെല്ലോയിൽ ഇത്ര കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡാർക്ക് ആക്കിയിട്ട്, ഒരുപാട് ഡാർക്ക് ആക്കണ്ട, ഇത്രയും മതി. ഇതുപോലെ ഈ ഒരു റൈറ്റ് പോർഷനിൽ മാത്രം ഒന്ന് താഴ്ഭാഗത്ത് മാത്രം ഒന്ന് എന്താ പറയുക ഡാർക്ക് ആക്കി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അത് കറക്റ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയും കൂടി ചെയ്യണേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ലെമണിന് ഒരു ഷാഡോ കൂടെ പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ടോപ്പ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ ഈ ലെമൺ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ താഴത്തെ പോർഷനിലായിട്ടാണ് ലെമണിന്റെ ഷാഡോ നമുക്ക് പെയിന്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഗ്രേ കളറിൽ ജസ്റ്റ് ഒന്ന് ഷാഡോ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുവാണ്. അപ്പം ഇതുപോലെയാണ് ഞാൻ ഷാഡോ പെയിന്റ് ചെയ്യുന്നത്. ലെമണിന്റെ താഴത്തെ സൈഡിലായിട്ട് കറക്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനിതിൽ പെർഷ്യൻ ബ്ലൂ മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രേയും പെർഷ്യൻ ബ്ലൂ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഷാഡോ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കളർ എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലെമണിന്റെ ഷാഡോ പെയിന്റ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലെമണിൻ്റെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്. അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും നോക്കിയിട്ട് പറയാം. പെയിൻറ്റിങ് പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ചെറിയൊരു റിയലിസ്റ്റിക് ഫീലൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.